ഹലോ. ഇന്ന് രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ ഒരു മഴക്കാലമായ പോലെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് വന്നേ. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അത് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കാൻ കേട്ടോ. കൂട്ടത്തിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഏട്ടന് രാവിലെ നീച്ച് വന്നായിക്ക് ഒരു ഗ്ലാസ് ചായ വേണം. ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അത് ഓരോ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ വേഗം ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയാണ്. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കപ്പയും ചിക്കൻ കറി ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ അടുത്തുള്ള ഒരാൾക്ക് കപ്പ കൃഷിയും വാഴക്കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ പോകുമ്പോൾ എനിക്ക് കുറച്ച് കപ്പ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലേക്ക് അതന്നെ ആക്കാമെന്ന്, എളുപ്പമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തനിക്കുട്ടീനെ വിളിച്ച് നീപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. രാവിലെ നേരത്തെ നീച്ചിട്ടില്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പോൾ തനിക്കുട്ടി നീച്ച് വന്ന് പല്ലേക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേച്ചേ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഗ്രീൻ പീസ് കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അതാവാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല തണുപ്പില്ല കാലാവസ്ഥയും ഈ മഴക്കാലമൊക്കെ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം തുണി ഉണങ്ങൂല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പണികളൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇങ്ങനെ ഒരു കാലാവസ്ഥയാകുമ്പോൾ പണിയെടുക്കാൻ എനിക്കൊരു ഉഷാറാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ മടി പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കിഴങ്ങും വെളുത്തുള്ളിയൊക്കെ വേഗം നന്നാക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള അരിയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ടാണ് ഞാൻ അരി ഇടാറ്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാനത് ആ കുക്കറൊക്കെ കഴുകി വന്ന് അതിൽ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസ് വേവിക്കുന്ന നേരം ഞാൻ കൺമണിക്കുട്ടീനെയും കൂടി വിളിച്ച് നീപ്പിച്ച്. അപ്പോൾ അവളെയും കൂടി പല്ലേക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് അതിലേക്കുള്ള കിഴങ്ങും ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൻ്റെ പണി തീരാത്തതുകൊണ്ട് എന്തൊരാവശ്യത്തിനും പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പണി കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. അപ്പോൾ നേരത്തെ നീപ്പിച്ചുകൊണ്ട് തന്നെ കൺമണിക്കുട്ടി അവിടെ ഇരുന്ന് അങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഇപ്പം നീച്ചേന് പരാതികളൊക്കെ എണ്ണി പറഞ്ഞ് അങ്ങനെ കരയാണ്. അപ്പോൾ ഞാനധികം മെയിൻ്റ് ആക്കിയില്ല. കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അവർക്കത് ശീലമായിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാനധികം മെയിൻ്റ് ആക്കിയില്ല. ഞാൻ സ്കൂളിൽ പോകേണ്ട കാര്യമൊക്കെ പറയുമ്പോൾ ഒന്നും കൂടി ഒച്ചയിൽ കരയാണ്. അപ്പോൾ പിന്നെ ഞാൻ അത്ര കാര്യമാക്കിയില്ല കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ അരയ്ക്കാൻ വേണ്ടി വെക്കുകയാണ് കറിക്കുള്ളത്. അപ്പോഴേക്ക് ഏട്ടനും എണീറ്റ് വന്ന് ഏട്ടനുള്ള ചായയൊക്കെ കൊടുത്തേ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് വേഗം ഈ കറിയും കൂടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചെടുത്തേ. അപ്പോഴേക്കും നമ്മൾ ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പച്ചക്കറിയും നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചക്കറി മസാലകളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ. അത് വേവിക്കാൻ വെക്കണ നേരം എന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം ചേച്ചീൻ്റെ അടുത്ത് ഫോണൊക്കെ വിളിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിരുന്ന്. അപ്പോഴേക്കും അതിലേക്കിട്ട കിഴങ്ങും കാര്യങ്ങളൊക്കെ വെന്ത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് വറവിടുകയാണ് കേട്ടോ. ഈ വറവിടുന്ന സമയത്ത് കടുകൊക്കെ പൊട്ടിത്തെറിച്ച് പോകില്ലേ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കുക്കറിൻ്റെ മൂടി തന്നെ എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടോ. അതാകുമ്പോൾ ഈ കടുകൊന്നും പൊട്ടിത്തെറിച്ചിട്ട് ആകെ വൃത്തികേടാവില്ല, അല്ലെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് വൃത്തികേടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൺമണിക്കുട്ടീനെയൊക്കെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിരുന്നേ. അപ്പോൾ കൺമണിക്കുട്ടി ഇന്നലെ കളിക്കാൻ വേണ്ടി പോയപ്പോൾ കയ്യിലൊക്കെ നിറച്ച് മൈലാഞ്ചിട്ടിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, താത്ത പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മേൻ്റെ അടുത്ത് വാരി തരാൻ പറയണം, അല്ലെങ്കിൽ ഈ മൈലാഞ്ചിൻ്റെത് വയറ്റ് പോകാൻ പാടില്ല എന്നാണ് താത്ത പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇന്നലെ മുതലേ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ നീച്ചപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വാരി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകളാട്ടോ അതൊക്കെ. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൺമണിക്കുട്ടിക്ക് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൈലാഞ്ചി ഇട്ട കഥകളൊക്കെ എനിക്ക് അങ്ങനെ പറഞ്ഞും തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി പുറത്തേക്ക് വന്നേ. പാത്രമൊക്കെ വേഗം കഴുകി വെക്കുകയാണേ. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വീടൊക്കെ വേഗം അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തനിക്കുട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ വീടൊക്കെ വേഗം അടിച്ചു വാരി തുടയ്ക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും 10 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും ഒന്ന് തീരും.
ഈ ഇങ്ങനത്തെ കാലാവസ്ഥയാകുമ്പോൾ ഏറ്റവും വലിയ ഗുണം അതാണ്. പണികളൊക്കെ പെട്ടെന്ന് പണികളെടുക്കാൻ തന്നെ നല്ലൊരു ഉഷാറായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തൊക്കെ മടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേഗം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയതാണ്. ഞാൻ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. ഹാളും കാര്യങ്ങളൊക്കെ വേഗം തുടച്ചെടുത്തേ. അത് കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കാനേ. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ അടുത്തുള്ള സുനിലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടനെ ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഏട്ടൻ പണിക്ക് പോകാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ ഉണ്ട് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഏട്ടന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് സുനിലേട്ടനാണ്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ. ഇനി വേഗം കുളിക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കണം. ഇന്ന് മൊത്തം എന്തായാലും മൂടി പഴച്ച് കിടക്കൽ തന്നെ ആയിരിക്കും കേട്ടോ. കാലാവസ്ഥ ഇങ്ങനെയല്ലേ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.